ഡൽഹിയിലേക്ക് പോകാൻ ഡൽഹിയിൽ നിന്ന് ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ധനസുമോദ്, വീണ്ടും ഒരു ചോദ്യ പേപ്പർ ചോർച്ചയുണ്ടാകാതിരിക്കാൻ എത്രത്തോളം ജാഗ്രതയിലാണ് പുനഃപരീക്ഷ NTA നടത്തുന്നത്? വിദ്യാർത്ഥികളൊക്കെ ക്ലാസ് മുറികളിൽ പ്രവേശിച്ചു തുടങ്ങിയില്ലേ ഡൽഹിയിലും? നമ്മളിപ്പോൾ ഡൽഹിയിലെ പണ്ടാര റോഡിലെ CM ശ്രീ സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ രാവിലെ തൊട്ട് തന്നെ ഒരു 11 മണിയോടെയാണ് വിദ്യാർത്ഥികൾ പ്രവേശിച്ചു തുടങ്ങിയത്. ഇവിടെ ആദ്യം റോൾ നമ്പർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാളിലാണ്, ഒരു ഭിത്തിയിലാണ് തൊട്ടിച്ചിരിക്കുന്നത്. അത് പരിശോധിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ ആദ്യഘട്ട സുരക്ഷാ പരിശോധനയാണ് ഈ ഗേറ്റിൽ നടക്കുന്നത്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ സ്കൂളിൻ്റെ അധികൃതർ പുറത്തു വരികയും അവർ മൈക്കിലൂടെ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, കാര്യം ഉദാഹരണത്തിന് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഫോൺ കൃത്യമായി സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഒരു കാരണവശാലും അതിൻ്റെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അവിടെ തന്നെ കൃത്യമായി സൂക്ഷിക്കണം. പേന ഉൾപ്പെടെയുള്ള ഓരോ വസ്തുക്കളും കൊണ്ടുപോകരുത് എന്നുള്ളൊരു കാര്യം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ ഒരു സംഘർഷം ലഘൂകരിക്കുന്ന തരത്തിലാണ് ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുള്ളത്. മാത്രമല്ല, ഇത് കൂടാതെ കൂളിംഗ് സെന്ററുകൾ ഡൽഹിയിൽ വിവിധ സ്ഥലങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. ഈ കൂളിംഗ് സെന്ററിൽ മാതാപിതാക്കൾക്ക് വന്ന് അവർക്ക് താമസിക്കാനോ അവർക്ക് ഈ പരീക്ഷ കഴിയുന്നവരെ വിശ്രമിക്കാനുള്ള ഒരു ഇടം കൂടിയാണ്. കാര്യം ഡൽഹിയിൽ ഇപ്പോൾ 45 ഡിഗ്രി ചൂടിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷ നടന്നപ്പോൾ, ഈ മെയ് 3 പരീക്ഷ നടന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും പറയുകയായിരുന്നു, അവർ പലപ്പോഴും ഈ ഫ്ലൈ ഓവറുകളുടെ താഴെ തന്നെയായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത്. ഇപ്പോൾ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ സംവിധാനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ടതാക്കിയിട്ടുണ്ട്. കാര്യം മുൻകരുതലുകൾ കുറേ കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വീണ്ടും ഉള്ളിലൊരു ഭയം പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരിക്കൽ പഠിച്ചതാണ് ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പഠിക്കാനുള്ള ധൈര്യം കൂടിയായിരുന്നു ചോർന്നു പോയത്. പിന്നീട് രക്ഷിതാക്കൾ തന്നെ അവരോട് ഈ തരത്തിലുള്ള വീണ്ടും എഴുതാനുള്ള ധൈര്യം കൊടുത്തതിൻ്റെ കൊണ്ടാണ് പല വിദ്യാർത്ഥികളും വരുന്നത്. രാജ്യവ്യാപകമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 551 നഗരങ്ങളിലാണ് നടത്തുന്നത്. 5000 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. 14 കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് പുറത്താണ്. 95,000 ക്ലാസ് മുറികളാണുള്ളത്. ഇവിടെ 1,38,000 ക്യാമറകൾ, AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 53,000 ജാമറുകൾ പല കേന്ദ്രങ്ങളിലായിട്ടുണ്ട്. അതായത് മൊബൈൽ ഫോൺ കൂടാതെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഡിവൈസുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാമറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു മുന്നൊരുക്കത്തോടു കൂടിയാണ് ഈ എക്സാം നടക്കുന്നത്.